നമ്മളെപ്പോഴും കേൾക്കുന്നൊരു കാര്യമുണ്ടല്ലേ, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടും, എന്തെങ്കിലും മോശം ചെയ്താൽ അതിന് ഉടൻ തന്നെ തിരിച്ചടി കിട്ടും. ഇതിനെ പലരും കർമ്മഫലം എന്നൊക്കെ വിളിക്കാറുണ്ട്. പക്ഷേ ഇസ്ലാം ഈ വിഷയൊക്കെ കാണുന്നത് ശരിക്കും അങ്ങനെയാണോ? നമ്മുടെ ഓരോ പ്രവൃത്തിയുടെയും ഫലത്തെയും കുറിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്കൊന്ന് ആഴത്തിൽ പരിശോധിക്കാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ മനസ്സുകൊണ്ട് ഒരു തെറ്റ് വിചാരിച്ചു അല്ലെങ്കിൽ ചെയ്തു, തൊട്ടടുത്ത നിമിഷം നിങ്ങളുടെ കാൽവിരൽ മേശയിൽ പോയിടിച്ചു. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ഹോ, ഇത് ഞാൻ ആലോചിച്ച തെറ്റിന്റെ പ്രപഞ്ചം തന്ന പണിയാണോ? ഇതൊരു യാദൃശ്ചികതയാണോ അതോ തൽക്ഷണ നീതിയാണോ? ഈ ചിന്ത നമ്മളിൽ പലർക്കും വന്നിട്ടുണ്ടാവാം. ശരി, ഇസ്ലാം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ വിഷയം ശരിക്കും മനസ്സിലാക്കാൻ നമ്മൾ 5 കാര്യങ്ങളിലൂടെയാണ് കടന്നുപോകുന്നത്. ആദ്യം ഈ തൽക്ഷണ കർമ്മഫലം എന്ന ആശയത്തെ നമ്മളൊന്ന് ചോദ്യം ചെയ്യും. പിന്നെ എന്താണ് ഈ കർമ്മം എന്നതുകൊണ്ട് ശരിക്കും ഉദ്ദേശിക്കുന്നതെന്ന് നോക്കും. അതിനുശേഷം ഇസ്ലാമിക കാഴ്ചപ്പാടും ഇതും തമ്മിലുള്ള 3 പ്രധാനപ്പെട്ട വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ചർച്ച ചെയ്യും. പിന്നെ ഈ തിരിച്ചടി മനോഭാവം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങൾ എന്തെല്ലാമാണെന്ന് മനസ്സിലാക്കും. അവസാനം ജീവിതം ഒരു കച്ചവടമല്ല, മറിച്ച് വിശ്വാസത്തിന്റെ ഒരു പരീക്ഷണമാണ് എന്ന ആശയത്തിൽ നമ്മൾ എത്തിച്ചേരും. ഒരു ഉദാഹരണം പറയാം. പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സംഭവം പറയുന്നുണ്ട്. ഒരു ചെറുപ്പക്കാരൻ ഒരു പാപം ചെയ്തു. അതിനുശേഷം നടന്നപ്പോൾ അയാളുടെ തല ഒരു ഭിത്തിയിൽ ചെന്നിടിച്ചു. ഇത് കേൾക്കുമ്പോൾ ആദ്യം എന്താ തോന്നുക? ആഹാ, ചെയ്ത തെറ്റിന് അപ്പോൾ തന്നെ ശിക്ഷ കിട്ടി അല്ലേ? പക്ഷേ ഇസ്ലാമിക വീക്ഷണം ഇതിനെ കാണുന്നത് വേറൊരു രീതിയിലാണ്. ഇവിടെയാണ് ആ കാഴ്ചപ്പാടിലെ വ്യത്യാസം വരുന്നത്. പ്രവാചകൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു കാരുണ്യമാകാമെന്നാണ്. അതായത് അതൊരു ശിക്ഷ എന്നതിലുപരി അതൊരു വേക്കപ്പ് കോളാണ്, നമ്മളെ ഒന്ന് ഉണർത്താൻ, നമ്മൾ ചെയ്ത തെറ്റിൽ നിന്ന് പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരികെ വരാൻ പ്രേരിപ്പിക്കുന്ന ഒരു അടയാളം. ചുരുക്കത്തിൽ അതൊരു തിരിച്ചടിയല്ല, മറിച്ച് നന്മയിലേക്കുള്ള ഒരു ക്ഷണമാണ്. അപ്പോൾ ഇസ്ലാമിക കാഴ്ചപ്പാടിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുമ്പ് ഈ കർമ്മം എന്ന ആശയം കൊണ്ട് പൊതുവെ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമാക്കാം. കർമ്മം എന്ന ആശയം വളരെ ലളിതമാണ്. ഓരോ പ്രവൃത്തിക്കും അതിന് തത്തുല്യമായ ഒരു ഫലമുണ്ടാകും. ഇത് പ്രപഞ്ചത്തിലെ ഒരു നിയമം പോലെയാണ്, തികച്ചും യാന്ത്രികമായി പ്രവർത്തിക്കുന്നു. നന്മ ചെയ്താൽ നന്മ തിരികെ വരും, തിന്മ ചെയ്താൽ തിന്മയും. ഇവിടെ ദൈവം പോലുള്ള ഒരു വ്യക്തിപരമായ ശക്തിയുടെ ഇടപെടലില്ല, എല്ലാം ഓട്ടോമാറ്റിക്കാണ്. ഇതിനെ വേറൊരു രീതിയിൽ പറഞ്ഞാൽ ഒരു റോബോട്ടിക് പേബാക്ക് സിസ്റ്റം പോലെയാണ്. നിങ്ങളൊരു വെൻഡിംഗ് മെഷീനിൽ പൈസ ഇട്ടാൽ ഒരു സാധനം പുറത്തു വരുന്നില്ലേ? അതേപോലെ ഈ ഒരു യാന്ത്രികമായ സ്വഭാവമാണ് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ നിന്ന് ഇതിനെ പ്രധാനമായും വ്യത്യസ്തമാക്കുന്നത്. ശരി, അപ്പോൾ ഈ കർമ്മം എന്ന കോൺസെപ്റ്റ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇസ്ലാം ഇതിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? പ്രധാനമായും 3 കാര്യങ്ങളിലാണ് ഈ വ്യത്യാസം വരുന്നത്. ആ 3 വഴികൾ ഇതാണ്. ഒന്നാമത്തത്, പ്രവൃത്തിയുടെ ഫലം ഒരിക്കലും യാന്ത്രികമല്ല. രണ്ടാമത്തത്, പ്രപഞ്ചമല്ല, ദൈവം മാത്രമാണ് എല്ലാറ്റിൻ്റെയും കർത്താവ്. പിന്നെ മൂന്നാമത്തത്, നമ്മുടെ യഥാർത്ഥ ഫോക്കസ് ഈ ലോകത്തല്ല, പരലോകത്താണ്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം, ഇസ്ലാമിലെ കാര്യങ്ങൾ ഒരു മെഷീൻ പോലെയല്ല പ്രവർത്തിക്കുന്നത്. ഓരോ സംഭവത്തിനു പിന്നിലും അള്ളാഹുവിൻ്റെ ഒരു തീരുമാനമുണ്ട്, ഒരു ജ്ഞാനമുണ്ട്. ചിലപ്പോൾ നിങ്ങളൊരു തെറ്റ് ചെയ്താൽ ഇവിടെ തന്നെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തന്ന് അള്ളാഹു നിങ്ങളെ ഓർമ്മിപ്പിക്കാം, അല്ലെങ്കിൽ അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തന്നേക്കാം. അതുമല്ലെങ്കിൽ അതിൻ്റെ ഫലം പരലോകത്തേക്ക് മാറ്റിവെക്കാം. ചുരുക്കി പറഞ്ഞാൽ എല്ലാം അള്ളാഹുവിൻ്റെ തീരുമാനമാണ്, അല്ലാതൊരു ഓട്ടോമാറ്റിക് നിയമമല്ല. ഇനി രണ്ടാമത്തെ പോയിന്റ്, ആരാണ് ഇതൊക്കെ ചെയ്യുന്നത്? നമ്മൾ കേൾക്കാറില്ലേ, പ്രപഞ്ചം എനിക്കത് തന്നു എന്നൊക്കെ. ഇസ്ലാം പറയുന്നത് അതല്ല. പ്രപഞ്ചത്തിന് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല, അതിൻ്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അതുപോലെ കാലം കണക്ക് തീർക്കും എന്നും പറയാറില്ലേ, കാരണം അള്ളാഹു തന്നെ പറയുന്നു, ഞാനാണ് കാലം. അപ്പോൾ എല്ലാറ്റിൻ്റെയും യഥാർത്ഥ കർത്താവ് അള്ളാഹു മാത്രമാണ്. മൂന്നാമത്തെ വ്യത്യാസം നമ്മുടെ ഫോക്കസിലാണ്. ഇസ്ലാം അനുസരിച്ച് ഈ ദുനിയ ഒരു പരീക്ഷണ സ്ഥലമാണ്, ഫൈനൽ റിസൾട്ട് വരുന്ന സ്ഥലമല്ല. ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന നന്മയ്ക്ക് ഇവിടെ തന്നെ ഒരു സന്തോഷം കിട്ടിയേക്കാം, ഒരു പ്രോത്സാഹനം പോലെ. അതുപോലെ തെറ്റിന് ഒരു ചെറിയ ബുദ്ധിമുട്ടും കിട്ടിയേക്കാം, ഒരു മുന്നറിയിപ്പ് പോലെ. പക്ഷേ ശരിക്കുള്ള കണക്കെടുപ്പും പ്രതിഫലവും വരാനിരിക്കുന്നതേയുള്ളൂ, അത് പരലോകത്താണ്. ശരി, ഇനി ഈ കർമ്മ അല്ലെങ്കിൽ പേബാക്ക് രീതിയിൽ ചിന്തിക്കുന്നതിൻ്റെ ഒരു വലിയ അപകടത്തെക്കുറിച്ച് സംസാരിക്കാം. ഇത് വെറുമൊരു തിയറിയല്ല, ഇത് നമ്മുടെ കാഴ്ചപ്പാടിനെ തന്നെ വിഷലിപ്തമാക്കാൻ സാധ്യതയുണ്ട്. ഈയൊരു ചോദ്യം മാത്രം മതി ഇതിൻ്റെ ഭീകരത മനസ്സിലാക്കാൻ. വലിയ ദുരന്തങ്ങൾ അനുഭവിക്കുന്ന, കഷ്ടപ്പെടുന്ന ആളുകളോട് ചെന്ന് ഇത് നിങ്ങൾ ചെയ്ത പാപത്തിന്റെ ഫലമാണ് എന്ന് പറയുന്നത് എത്രമാത്രം ക്രൂരമാണ്. അത് ഇരയെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമല്ലേ? ഇസ്ലാം ഇങ്ങനെയൊരു ചിന്തയെ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ചിന്തയുടെ മറ്റൊരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മളും ദൈവവുമായുള്ള ബന്ധത്തെ ഒരു കച്ചവടം പോലെയാക്കും. ഞാൻ 5 നേരം നിസ്കരിക്കുന്നുണ്ടല്ലോ, എന്നിട്ടും എൻ്റെ ബിസിനസ് എന്താ നഷ്ടത്തിലാവുന്നത്?
ഞാൻ ഒരുപാട് ദാനം ചെയ്തിട്ടും എന്താ എനിക്ക് അസുഖം വരുന്നത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരാൻ തുടങ്ങും. അവസാനം ദൈവത്തെ ഒരു സ്നേഹനിധിയായ സൃഷ്ടാവായി കാണുന്നതിനു പകരം എപ്പോഴും ശിക്ഷിക്കാൻ നടക്കുന്ന ഒരാളായി നമ്മൾ കാണാൻ തുടങ്ങും. ഇത് നമ്മുടെ വിശ്വാസത്തെ തന്നെ തകർത്തുകളയും. നമ്മുടെ ചുറ്റും നോക്കിയാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ ആവല്ലേ? ഒരുപാട് തെറ്റ് ചെയ്യുന്ന ആളുകൾ വലിയ സുഖസൗകര്യങ്ങളിൽ ജീവിക്കുന്നു. അതേസമയം നല്ല മനുഷ്യർ ഒരുപാട് കഷ്ടപ്പെടുന്നു. ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും, എവിടെയാണ് നീതിയെന്ന്. പക്ഷേ ഇസ്ലാം ഇതിന് വേറൊരു കാഴ്ചപ്പാടാണ് തരുന്നത്. ഒരു തെമ്മാടിക്ക് അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുക്കുന്നത് അവനെ കൂടുതൽ വഴിതെറ്റിക്കാനുള്ളൊരു ശിക്ഷയാകാം. അതേസമയം ഒരു നല്ല മനുഷ്യന് വരുന്ന ബുദ്ധിമുട്ട് അയാളുടെ പദവി ഉയർത്താനുള്ള ഒരു പരീക്ഷണവുമാകാം. അപ്പോൾ നമ്മുടെ കണ്ണിൽ കാണുന്നതല്ല യഥാർത്ഥ ചിത്രം. അപ്പോൾ എന്താണ് ശരിയായ കാഴ്ചപ്പാട്? ജീവിതത്തെ ഒരു ഇടപാടായി കാണുന്നതിനു പകരം അല്ലാഹുവിലുള്ള വിശ്വാസത്തിന്റെയും ആശ്രയത്തിന്റെയും ഒരു പരീക്ഷണമായി കാണുക. അതായത് നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ ഒരു സ്ലോട്ട് മെഷീന് കോയിൻ ഇടുന്നത് പോലെയാവരുത്. ഇതൊന്നു ചെയ്താൽ എനിക്കത് തിരിച്ചു കിട്ടും എന്നല്ല ചിന്തിക്കേണ്ടത്. നമ്മൾ നന്മ ചെയ്യുന്നത് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി മാത്രമായിരിക്കണം, അല്ലാതെ പെട്ടെന്നൊരു ലാഭം പ്രതീക്ഷിച്ചല്ല. നമ്മുടെ നീയത്ത് അഥവാ ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. ഇതിനർത്ഥം ദൈവം പ്രതിഫലം തരില്ല എന്നല്ല കേട്ടോ, ഒരിക്കലുമല്ല. അല്ലാഹു ഒരുപാട് വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട്. ഖുർആനിലും ഹദീസിലും ഒക്കെ നോക്കിയാൽ കാണാം. ഉദാഹരണത്തിന്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോടും കരുണ കാണിക്കും. നിങ്ങൾ ചെലവഴിക്കൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കും. അപ്പോൾ പ്രതിഫലം ഉറപ്പാണ്. പക്ഷേ ആ പ്രതിഫലം എപ്പോൾ, എങ്ങനെ, എന്ത് രൂപത്തിൽ തരണമെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. നമ്മുടെ ജോലി ആ വാഗ്ദാനത്തിൽ വിശ്വസിക്കുക, നന്മ ചെയ്യുക, അത്രമാത്രം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്? നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധം ഒരു കസ്റ്റമറും കടക്കാരനും തമ്മിലുള്ളതല്ല. ഇതൊരു അടിമയും ഉടമയും ഒരു സൃഷ്ടിയും സൃഷ്ടാവും തമ്മിലുള്ള ബന്ധമാണ്. നമ്മുടെ റോൾ എന്താണ്? വിശ്വസിക്കുക, അനുസരിക്കുക. ദൈവത്തിന്റെ റോൾ എന്താണ്? പൂർണ്ണമായ ജ്ഞാനത്തോടും നീതിയോടും കാരുണ്യത്തോടും കൂടി കാര്യങ്ങൾ തീരുമാനിക്കുക. അത്രയുള്ളൂ. ഈ ആശയം മുഴുവൻ ഈ ഒരു വാചകത്തിൽ അടങ്ങിയിട്ടുണ്ട്. നോക്കൂ, നിങ്ങളൊരു നന്മ ചെയ്താൽ അത് നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ ഒരു തിന്മ ചെയ്താൽ അതിനും പ്രതിഫലമുണ്ട്. പക്ഷേ ആ പ്രതിഫലം എപ്പോൾ കിട്ടും, എങ്ങനെ കിട്ടും, ആർക്ക് കിട്ടും എന്നൊക്കെ തീരുമാനിക്കുന്നത് അല്ലാഹുവാണ്. കൺട്രോൾ മുഴുവൻ അല്ലാഹുവിന്റെ കൈകളിലാണ്. അപ്പം ഞാനൊരു ചോദ്യത്തോടെ നിർത്തുകയാണ്. ജീവിതത്തെ ഒരു ഇടപാടായി കാണുന്നതിന് പകരം അല്ലാഹുവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായി കണ്ടാൽ നമ്മുടെ ജീവിതത്തിലെ എന്തു മാറ്റം വരും? നമുക്ക് വരുന്ന സന്തോഷത്തിലും ദുഃഖത്തിലുമൊക്കെ നമ്മുടെ പ്രതികരണം എങ്ങനെ മാറും? നമ്മുടെ ക്ഷമ, നമ്മുടെ നന്ദി, നമ്മുടെ പ്രാർത്ഥന, ഇതിലൊക്കെ എന്ത് വ്യത്യാസം വരും? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.